നിങ്ങളുടെ വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ്റെ അവസ്ഥയും ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണോ? എങ്കിൽ സൂക്ഷിച്ചോ. വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. അതേ വാഷിംഗ് മെഷീൻ വൃത്തിയില്ലാത്തതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതാ പുറമേന്ന് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ ഈ ഒരു വാഷിംഗ് മെഷീൻ കാണാൻ. ഇതിൻ്റെ ഉൾഭാഗത്ത് അഴുക്കും ബാക്ടീരിയകളും എല്ലാം നിറഞ്ഞതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഈ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയതിന് ശേഷം ഇതുവരെയായിട്ടും ഇത് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടാവുമെന്ന്. തീർച്ചയായിട്ടും ഈ പ്രായമായ ആളുകളൊന്നും വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യില്ല. അവർക്ക് അറിയാത്തതാണ് അതിൻ്റെ കാരണം. ഇനി നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് പേടിയാണ്. അവരുടെ കയ്യിൽ നിന്ന് ഇത് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ സ്ക്രൂ കുടുങ്ങാതിരിക്കുമോ ഒക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവർ ആ ഭാഗത്തേക്കേ പോവാറില്ല കേട്ടോ. അങ്ങനെ ഞാനിപ്പം ഒരു വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു അടപ്പുണ്ടല്ലോ, ഓരോ വാഷിംഗ് മെഷീൻ്റെതും വ്യത്യസ്തമായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ എത്രമാത്രം അഴുക്ക് ആ ഒരു അടപ്പിനകത്തുണ്ട് അല്ലേ? നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പം ഈ ഒരു അഴുക്ക് നമുക്ക് കാണാനേ കഴിയുന്നില്ല. ഇനി അതിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം. ഇവിടെ കണ്ടോ, ആ ഒരു വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ നമുക്ക് ഊരിയെടുക്കാനുണ്ട്. ആ ഒരു സ്ക്രൂ കാണാത്ത രീതിയിൽ തന്നെ ചളി അടിഞ്ഞ് കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഒരു അഴുക്കിൽ വിട്ടിട്ടാണ് നമ്മൾ ഡെയിലി വസ്ത്രങ്ങൾ അലക്കുന്നത് അല്ലേ? കണ്ടോ എന്തുമാത്രം അഴുക്കാണതിൽ. ഇനി അതിൻ്റെ ഉൾഭാഗത്ത് ഒരു സ്ക്രൂ ഉണ്ട്. ആ ഒരു സ്ക്രൂ നമുക്ക് ഊരിയെടുക്കണം. ഈ ഒരു വാഷിംഗ് മെഷീനിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ചളി കുറവാണേ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതല്ല ചളി ഉണ്ടാവുക, അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. പക്ഷേ ഇത് 10 ദിവസം കൂടുമ്പോഴാണ് അവർ അലക്കാറ്. അതായത് മാസത്തിലൊരു 2-3 പ്രാവശ്യം മാത്രമേ അവർ ഈ ഒരു മെഷീൻ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ കുറഞ്ഞ രീതിയിൽ ചളി കാണുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഉൾവശത്ത് നിങ്ങൾ സ്ക്രൂ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ഊരിയെടുക്കണം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു പൈപ്പിൽ വെള്ളം അടിച്ചിട്ട് ആ ചളികളൊന്ന് പോക്കാം കേട്ടോ. നന്നായിട്ട് വെള്ളം അടിച്ച് കൊടുക്കുക. കണ്ടോ എത്രമാത്രം അഴുക്കാണ് അതിനകത്തുള്ളത്. കണ്ടില്ലേ, വെള്ളം ഒഴിച്ച് കൊടുത്തപ്പം തന്നെ ആ അഴുക്കൊക്കെ ഉൾഭാഗത്തേക്ക് പോയിട്ടുണ്ട്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ മെഷീന് നല്ല വൃത്തി ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് അഴുക്കുണ്ടെന്ന്. ആൾ വിശ്വസിച്ചില്ല കേട്ടോ. ഞാനിത് ഊരി കാണിച്ച് കൊടുത്തപ്പോഴാണ് ആളെന്നെ അത്ഭുതപ്പെട്ടു പോയത്. അയ്യേ, ഇത്രയും ദിവസം ഞാൻ ഈ ഒരു വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണോ അലക്കിയതെന്ന് എന്നോട് ചോദിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഊരിയെടുത്തിട്ട് ക്ലീൻ ചെയ്യണം. അതിൻ്റെ മുന്നേ നമുക്ക് സൈഡിൽ കണ്ടില്ലേ ഈ ഒരു സഞ്ചിയിൽ വന്നിട്ടാണ് ഈ പൊടി അഴുക്കുകളൊക്കെ ക്ലീൻ ആവുക. ഇത് പിന്നെ അവർ സ്ഥിരമായിട്ട് എടുത്ത് ഒഴിവാക്കുന്നത് കൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ക്ലീനിങ് മാത്രമേ അവർക്ക് അറിയുള്ളൂ വാഷിംഗ് മെഷീനിൽ. ബാക്കി ക്ലീനിങ് ഒന്നും അവർ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 2 വർഷത്തിൻ്റെ മുകളിലായി അവർ ഈ ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്കതിൻ്റെ ഉൾവശത്തെ ആ ഒരു സ്ക്രൂ ഊരിയെടുക്കാം കേട്ടോ. സ്ക്രൂ ഊരിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പം ഒട്ടും ഊരിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് സ്ക്രൂ അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ ഒക്കെ ഊരിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മളെ സ്ക്രൂ. അത് പോവാതെ ഒരു സൈഡിൽ വെക്കുക. എന്നിട്ട് ആ ഡോറില്ലേ, ആ ഒരു അടപ്പില്ലേ, അത് ജസ്റ്റ് ഒന്ന് താഴോട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചാൽ നമ്മളുടെ കയ്യിൽ കിട്ടും കേട്ടോ. വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് ഇതുവരെയായിട്ടും അത് ക്ലീൻ ചെയ്യാത്ത ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് ഈ ഒരു മോഡൽ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഞാനിതിൽ കാണിച്ചു തരുന്ന രീതിയിൽ ഒന്ന് ഊരിയെടുത്തതിന് ശേഷം ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. ഉറപ്പായിട്ടും പിന്നെ നിങ്ങൾ 2-3 മാസം കൂടുമ്പം എന്തായാലും നിങ്ങളും ഇത് ക്ലീൻ ചെയ്യും. ഒരു പ്രാവശ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഊരിയെടുത്തിട്ട് ക്ലീൻ ചെയ്താൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ചില ആളുകൾക്കൊക്കെ പേടിയാണ് ഇത് ഊരിയെടുത്താൽ പിന്നെ അത് കൊടുക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളത്. കണ്ടോ, ഇതാണ് ആ ഒരു അടപ്പെടുത്തപ്പം അതിൻ്റെ ഉള്ളിലൊരവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ എന്തുമാത്രം അഴുക്കുണ്ട്. സംഭവം മാസത്തിലൊരു 3-4 പ്രാവശ്യം മാത്രമേ ഈ ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് പോലും ഇതിനകത്ത് ഇത്രയും അഴുക്കുണ്ട്. അപ്പം നമ്മൾ ഡെയിലി വർഷങ്ങളോളം ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ ആണെങ്കിൽ പിന്നെ പറയാതിരിക്കാനേ കഴിയില്ല അല്ലേ അതിൻ്റെ ഒരു അവസ്ഥ. ഇതിപ്പം ഉൾവശം ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമുക്കത്ര വീഡിയോയിലൊരു ക്ലിയർ ഇല്ലാത്തത്. കണ്ടോ, അതൊക്കെ അഴുക്കാണ് കേട്ടോ. അഴുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൈസ് ഒരു കൊഴുപ്പ് കണ്ടില്ലേ കൈമൽ. നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യങ്ങളോ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് പോവാതെ ഒരു മാസം 2 മാസത്തിൻ്റെ അടുത്ത് ഒട്ടും ഉപയോഗിക്കാതെ അവിടെ ഇട്ടാൽ
ഈ ഒരു അഴുക്കെല്ലാം കൂടി മിക്കവാറും പുഴുവൊക്കെ അരിച്ചിട്ട് ഉൾവശം ആകെ നാശമാവാനുള്ളൊരു സാധ്യത ഉണ്ടല്ലേ. ഇതൊന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ വെള്ളം നിറച്ചിട്ട് ഇതിലിട്ടിട്ട് നമ്മൾ അലക്കും. ആ ഒരു ഡ്രസ്സിലേക്ക് ഈ അഴുക്കും കാര്യങ്ങളൊക്കെ ചെന്നിട്ട് നമുക്ക് ചൊറിച്ചിൽ വരാനും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അല്ലേ സ്കിന്നിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇത് കണ്ടോ, ഉൾവശത്ത് ചെറിയൊരു അടപ്പും കൂടി ഊരിയെടുത്തതാണ്, കണ്ടില്ലേ? അത്രയും അഴുക്ക് അതിൽ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഴക്കമുള്ള അഴുക്കാണ്. കണ്ടോ, നമ്മൾ ഈ പഴുപ്പിൻ്റെ ഉള്ളിലല്ലേ ഓടയിലൊക്കെ കാണുന്ന ചളി പോലെ ആ ഒരു ചളി വൃത്തികേടായിട്ടൊരു കറുപ്പ് ഡാർക്ക് കളർ അതിന് വന്നിട്ടുണ്ട്. കണ്ടോ, ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഒട്ടും ക്ലീൻ ചെയ്യായിട്ട് അത്യാവശ്യം കറയും കാര്യങ്ങളും എല്ലാം പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ മോശമാണ് ഉൾഭാഗം. ഇത് കണ്ട സമയത്ത് എന്താ പറയുക, അവർക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞ സമയത്ത് ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ നേരിട്ട് കണ്ട സമയത്ത് പിന്നെ ഞാനിനി ഇതിൽ അലക്കണോ എന്നാണ് ചോദിക്കുന്നത്. വീണ്ടും അലക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം വരില്ലേ എന്നാണ് ചോദ്യം. വരും കേട്ടോ, നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഇങ്ങനെ വരും. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 മാസം കൂടുമ്പോഴെങ്കിലും, അതായത് ഡെയിലി അലക്കുന്നതാണെങ്കിൽ 1 മാസം കൂടുമ്പോഴെങ്കിലും നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതല്ല മാസത്തിൽ 1-2 പ്രാവശ്യം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ആദ്യം ബ്രഷ് ഇട്ട് ഒരതിയിട്ട് ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ പോക്കിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് സ്മെല്ലും ഉണ്ട് കേട്ടോ. ഉൾഭാഗം ബ്ലാക്ക് കളറായതുകൊണ്ടാണ് നിങ്ങൾക്കത്ര ഒരു ചളി ഇങ്ങോട്ട് എടുത്ത് കാണാത്തത്. എൻ്റെ വാഷിംഗ് മെഷീൻ വൈറ്റാണ്, അതുകൊണ്ട് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നന്നായിട്ട് അഴുക്കും കാര്യങ്ങളും കാണാൻ കഴിയും. എൻ്റെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് എടുത്തിട്ട് നോക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ. നമുക്ക് മാസത്തിൽ ഒരു 10 മിനിറ്റ് നേരം ചിലവാക്കിയാൽ നമ്മുടെ വാഷിംഗ് മെഷീനെ സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പം കണ്ട ആ ഒരു ചക്കിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ മുടികളാണേ. നമ്മൾ പോലും അറിയാതെ കണ്ടില്ലേ, മുടിയൊക്കെ ഈ തോർത്തൊക്കെ ഇടുന്ന സമയത്തേ അതിൽ നിന്ന് വരുന്നതാണ്. അതങ്ങനെ കറങ്ങി കറങ്ങി അതിന് ചുറ്റി പോകുന്നതാണ് കേട്ടോ. അറിയാലോ, മുടി എവിടെയെങ്കിലും ചുറ്റി കിടന്നാൽ പിന്നെ അത് പോവാൻ പ്രയാസമാണ്. കണ്ടോ, അതങ്ങനെ ചുറ്റി കിടന്ന് ആ ഒരു ചക്ക് പിന്നെ തിരിയാതെ വരും. നമുക്ക് കൈകൊണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പിന്നൊക്കെ ഇട്ടിട്ട് കുത്തിയിട്ടാണ് കേട്ടോ ആ മുടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്നത്. ഒരുപാട് നമ്മൾ ക്ലീൻ ചെയ്യാതിരുന്നാൽ അഴുക്ക് കൂടി ആ ചക്കിൻ്റെ ഉള്ളിലൊക്കെ മുടി നാരൊക്കെ അടിഞ്ഞിട്ട് അത് കറങ്ങാതെ വരും. അങ്ങനെ മെഷീൻ്റെ സ്പീഡ് കുറയാനും ഡ്രസ്സുകളിലൊക്കെ നന്നായിട്ട് അഴുക്ക് വരാനും സാധ്യത ഉണ്ട്. ദിവസവും ഇതിലിട്ട് അലക്കുകയാണെങ്കിൽ ഇത്രയൊന്നും അഴുക്കല്ല കേട്ടോ ഇതിൽ കാണുക. ഇത് കണ്ടോ, ആ ഒരു ചക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പിന്നിട്ട് തുഴഞ്ഞൊക്കെ കിട്ടിയ കുറച്ച് മുടികളാണിത്. കണ്ടോ, ഇത് ഞാൻ അവരെ കാണിച്ച് കൊടുത്തിട്ട് അവർക്ക് തന്നെ എന്തോ പോലെ അവർ പറയുകയും ചെയ്തിട്ടോ, കുറച്ച് ദിവസമായിട്ട് അലക്കുന്ന സമയത്ത് സ്പീഡ് കുറവായതുപോലെ തോന്നി. ആദ്യമൊക്കെ നന്നായിട്ട് കറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു. അത് ഈ ഒരു റീസണാണ്, മുടി ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ സ്പീഡ് കുറഞ്ഞത്. പിന്നെ ഉൾവശം നമ്മൾ വലിയ ബ്രഷും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു തുണിയും കുറച്ച് സോപ്പും പൊടി ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടേ. ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അലക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ചില സമയങ്ങളിൽ കുട്ടികൾക്ക് സ്കിന്നിൽ ചൊറിച്ചിലും അലർജികളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ വേഗം എന്താ ചെയ്യുക, അവരെ കൊണ്ടുപോയിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കും അല്ലേ. അപ്പം ആദ്യം അത് കാണിക്കുന്നതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യണം അവർക്ക് ഫുഡിൻ്റെ പ്രശ്നം കൊണ്ടാണോ അങ്ങനെ ഒരു അലർജി ഉണ്ടായത്. ഇനി അതല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാഷിംഗ് മെഷീൻ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പക്ഷേ ഈ ഒരു അഴുക്ക് വെള്ളത്തിൽ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയത് കൊണ്ട് ആ ഒരു ഡ്രസ്സിൽ ബാക്ടീരിയകളും അണുക്കളും ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. അങ്ങനെയും വരാം. പിന്നെ മാസങ്ങളായിട്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാതെ അങ്ങനെ ഇടുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഉൾഭാഗം ഇതുപോലെ പുഴുവൊക്കെ അരിച്ച് അണുക്കളൊക്കെ വന്നാൽ പിന്നീട് നിങ്ങളത് അലക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങളുടെ ഡ്രസ്സിലേക്ക് ആ ഒരു അഴുക്കും അണുക്കളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളം അടിച്ചിട്ട് അതിനുള്ളിൽ അഴുക്കും സോപ്പും പതയൊക്കെ നമ്മൾ പോക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾ ആദ്യം കണ്ട ഒരു വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗവും ഇപ്പോഴത്തെ ഒരു ഉൾഭാഗവും നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ വൈറ്റ് ആയിരുന്നെങ്കിൽ അവിടെ ആയിട്ട് കുറച്ച് പുള്ളിയും കുത്തൊക്കെ കാണാമായിരുന്നു. പിന്നെ ചക്കൊക്കെ കണ്ടില്ലേ, അതൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കറക്കി നോക്കി, അപ്പോൾ നന്നായിട്ട് സ്പീഡും കൂടിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പം തന്നെ മനസ്സിലാക്കാം, കണ്ടില്ലേ, നന്നായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉൾഭാഗത്തു നിന്ന് കിട്ടിയ ഈ ഒരു അടപ്പുണ്ടല്ലോ, ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് വലിയ ബ്രഷോ അല്ലെങ്കിൽ പല്ല് തേക്കുന്ന ബ്രഷോ ഒക്കെ ഇട്ടിട്ട് സമയം എടുത്തിട്ട് മാത്രമേ ഇത് ക്ലീൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു അടപ്പിൻ്റെ ഉൾവശം ഇങ്ങനെ ചെറിയ ചെറിയ കള്ളികൾ വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒന്നും കൂടി എളുപ്പമായിരുന്നു. പക്ഷേ വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗം അത്രയും ക്ലീൻ ചെയ്തതുകൊണ്ട് ഇത് നമുക്ക് ക്ലീൻ ചെയ്യാതെ ഇടാനും കഴിയില്ല അല്ലേ. അങ്ങനെ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും കുറച്ചൊക്കെ അവിടെയും ഇവിടെയും ഉണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ അടപ്പ്, അതുപോലെ ആ ബോക്സ്, അതുപോലെ പൊടി എടുക്കുന്ന ഒരു സഞ്ചി, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു പൊടിയെടുക്കുന്ന ഒരു സഞ്ചി ഉണ്ടല്ലോ, അത് നമുക്ക് പൊട്ടിപ്പോയാലും പ്രശ്നമില്ല, നമുക്കത് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും കേട്ടോ. ചില ആളുകളൊക്കെ അത് കീറിപ്പോയാലും വേറെ വാങ്ങാൻ കിട്ടില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യാം. ആദ്യം തന്നെ ആ ഒരു ചെറിയൊരു അടപ്പ് കണ്ടോ, അത് ഫിറ്റ് ചെയ്യാം കേട്ടോ. അത് ജസ്റ്റ് അവിടെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ അടപ്പ്, അത് ആ ഒരു ചക്കിൽ കൂടെ തന്നെ വെച്ച് കൊടുക്കുക. കണ്ടോ, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അല്ലേ. ആദ്യം നമ്മൾ എടുത്ത സമയത്ത് ആ ഒരു അടപ്പിൽ നന്നായിട്ട് ചളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ഇനി അത്ര അഴുക്ക് വരില്ല കേട്ടോ. നമ്മൾ 2 അല്ലെങ്കിൽ 1 മാസം കൂടുന്ന സമയത്ത് ക്ലീൻ ചെയ്താൽ ഇത്രയും അഴുക്കുണ്ടാവില്ല, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി ആ ഒരു അടപ്പിൻ്റെ മുകളിൽ ഒരു സ്ക്രൂ കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. കണ്ടില്ലേ, ആ ഒരു സ്ക്രൂ ഇട്ട് കൊടുക്കുക. പിന്നെ സ്ക്രൂ ഇടുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, അതിൻ്റെ പിരി തെറ്റിപ്പോകാൻ പാടില്ല കേട്ടോ. അതുപോലെ ഓവർ ടൈറ്റും കൊടുക്കാൻ പാടില്ല, നമുക്ക് പിന്നീടും ഊരിയെടുക്കേണ്ടതാണ്. ഇത് ഞാൻ ഊരിയെടുക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു. നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഊരിയെടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കപ്പ് ഉണ്ട്, അതും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എല്ലാ വാഷിംഗ് മെഷീൻ്റെയും ഉൾഭാഗം ഇങ്ങനെയല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ഇത് വേൾപൂളിൻ്റെ വാഷിംഗ് മെഷീനാണ്. ഈ ഒരു വാഷിംഗ് മെഷീനാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയിട്ട് ഇതിൽ കാണുന്ന രീതിയിൽ ആ പാർട്സൊക്കെ ഒന്ന് അയച്ചിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീൻ കറങ്ങിയിട്ടുണ്ട്. വേൾപൂളിൻ്റെ തന്നെ വേറൊരു മോഡൽ വാഷിംഗ് മെഷീൻ്റെ വീഡിയോയും ഞാൻ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ടോ, പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് കയറി കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ ഇതുവരെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ലീൻ ചെയ്യാത്തതെന്ന് കൂടി ഒന്ന് പറയണേ.